നമസ്കാരം പ്രിയമുള്ളവരെ. കേരളത്തിന്റെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരം മിക്കപ്പോഴും തിരഞ്ഞെടുപ്പുകളിൽ വിധി എഴുതുന്നത് വളരെ വിചിത്രമായാണെന്ന് പറയാം. കാരണം നിയമസഭയിലും ലോക്സഭയിലും ലോക്കൽ ബോഡിയിലുമൊക്കെ അവരുടെ തിരഞ്ഞെടുപ്പ് രീതികൾ വ്യത്യസ്തമായിരിക്കും. അവരുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതികൾ വ്യത്യസ്തമായിരിക്കും. ലോക്സഭയിൽ വോട്ടിടുന്ന പാർട്ടിക്കായിരിക്കില്ല നിയമസഭയിൽ വോട്ടിടുക, നിയമസഭയിൽ വോട്ടിടുന്ന പാർട്ടിക്കായിരിക്കില്ല ലോക്കൽ ബോഡിയിൽ വോട്ടിടുക. കാരണം സ്ഥാനാർത്ഥിയുടെ വിദ്യാഭ്യാസ യോഗ്യതയും ആ, ജാതിയുമൊക്കെ വിധി നിർണ്ണയിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളായി അവർ പരിഗണിക്കും. നമുക്കൊരു ഉദാഹരണം എടുത്താൽ രാജഗോപാൽ അദ്ദേഹം നേമത്ത് നിന്ന് അദ്ദേഹം വിജയിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് അദ്ദേഹം ബി നേതാവായിരുന്നു എന്നതല്ല, മറിച്ച് അദ്ദേഹം ജനകീയനായിരുന്നു എന്നൊരു പ്രത്യേകതയാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് മധ്യപ്രദേശിൽ നിന്നോ മറ്റോ അദ്ദേഹം രാജ്യസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് കേന്ദ്രമന്ത്രിയാകുന്ന സമയത്ത് അദ്ദേഹം തിരുവനന്തപുരത്തിന് ചെയ്ത കുറച്ചു കാര്യങ്ങളുണ്ട്. അദ്ദേഹം റെയിൽവേ മന്ത്രിയായിരുന്ന സമയത്ത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നേമത്തുകാർ അദ്ദേഹത്തെ നിയമസഭയിലേക്ക് വിജയിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വളരെയധികം വോട്ടുകൾ പിടിച്ചു. വെറും 16,000-ലധികം വോട്ടുകൾക്കാണ് ശശി തരൂർ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ കുമ്മന രാജശേഖരനെ പരാജയപ്പെടുന്നത് ഏകദേശം 1,00,000-ഓടടുത്ത വോട്ടുകൾക്കാണ്. അപ്പോൾ അത്രയും വലിയ വോട്ടുകൾ പിടിച്ച് രാജീവ് ചന്ദ്രശേഖർ അവിടെ മുന്നേറുന്നതിനുള്ള പ്രധാനപ്പെട്ട ഘടകം രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചാൽ അദ്ദേഹം കേന്ദ്രമന്ത്രി ആകും എന്നൊരു ധാരണയിൽ തിരുവനന്തപുരത്തുകാർ വോട്ടിട്ടതാണ്. തിരുവനന്തപുരത്ത് തന്നെയുള്ള മറ്റൊരു ലോക്സഭാ മണ്ഡലമായ ആറ്റിങ്ങലിലും ബി.ജെ.പിയുടെ ഈ വലിയ വോട്ടു വർധനവ് കാണാൻ പറ്റും. അവിടെ മത്സരിച്ചത് ബി.ജെ.പിയുടെ നിലവിൽ തന്നെ ഉണ്ടായിരുന്ന കേന്ദ്രമന്ത്രിയായ വി മുരളീധരനാണ്. അദ്ദേഹം ഏകദേശം 3000-ൽ അധികം വോട്ടുകൾക്ക് മാത്രമാണ് അടൂർ പ്രകാശിനോട് പരാജയപ്പെട്ടത്. അടൂർ പ്രകാശ് ഒന്നാമതും വി ജോയ് രണ്ടാമതും മുരളീധരൻ മൂന്നാമതുമായിരുന്നു. പക്ഷേ ഒന്നാമത്തെ സ്ഥാനാർത്ഥിയും മൂന്നാമത്തെ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വോട്ട് അന്തരം വെറും 3000 വോട്ടുകൾ മാത്രമായിരുന്നു. വളരെ കടുത്ത ത്രികോണ മത്സരമാണ് ആറ്റിങ്ങിൽ നടന്നത്. ബി.ജെ.പി ചരിത്രത്തിൽ ആദ്യമായിട്ട് അവിടെ വോട്ടുകൾ വർദ്ധിപ്പിച്ച ഒരു സമയം കൂടിയാണ്. വോട്ടുകൾ വർദ്ധിപ്പിച്ചതല്ല, കഴിഞ്ഞ പ്രാവശ്യവും അവിടെ വോട്ടുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വളരെ വിജയത്തോട് അടുത്തെത്തി. മിക്ക പഞ്ചായത്തുകളിലും ബി.ജെ.പിക്ക് ആയിരുന്നു ഒന്നാമത്, ബി.ജെ.പിക്കായിരുന്നു ലീഡ്. പക്ഷേ അവസാന നിമിഷം വന്നപ്പോൾ അടൂർ പ്രകാശ് വിജയിക്കുന്ന ഒരു സമ്പ്രദായമുണ്ടായി. ബി.ജെ.പി CPM സ്ഥാനാർത്ഥിക്ക് തൊട്ടു പിന്നിൽ മൂന്നാമതായി ഫിനിഷ് ചെയ്യുകയായിരുന്നു. എങ്കിലും വലിയ ഒരു മത്സര ഫലം ബി.ജെ.പിക്ക് അവിടെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞു എന്നത് വാസ്തവമാണ്. അതായത് ബി.ജെ.പി ക്രമാതീതമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മണ്ഡലങ്ങളിൽ പാർട്ടികൾ ലീഡ് ചെയ്ത ഒരു കണക്കെടുത്താലും ബി.ജെ.പി വളരെ അധികം സീറ്റുകളിൽ മുന്നിൽ നിൽക്കുന്നതായിട്ട് കാണാം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം 3 നിയമസഭാ മണ്ഡലങ്ങളിലാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പി മുന്നിട്ട് നിൽക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ, പാറശാല, കോവളം, നെയ്യാറ്റിൻകര 4 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുകയാണ്. CPM ലോക്സഭയിൽ അവിടെ ഒരു നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതിൽ ബി.ജെ.പി ലോക്സഭയിൽ പരാജയപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പാറശാലയിൽ ബി.ജെ.പി 3-ാം സ്ഥാനത്ത് പോയി. അല്ലെങ്കിൽ ഒരുപക്ഷെ ബി.ജെ.പി തിരുവനന്തപുരത്ത് നിന്ന് പരാജയപ്പെടുമായിരുന്നു. 16,077 വോട്ടുകൾക്ക് ബി.ജെ.പി 1-ാം സ്ഥാനത്തുള്ള ശശി തരൂരിനേക്കാളും പിന്നോട്ട് പോയി. നേരത്തെയുള്ള ഇലക്ഷനിലൊക്കെ ബി.ജെ.പി പാറശാലയിലും കോവളത്തും നെയ്യാറ്റിൻകരയിലും ഒക്കെ 3-ാം സ്ഥാനത്തായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം പാറശാലയിൽ മാത്രമാണ് ലോക്സഭയിൽ ബി.ജെ.പി 3-ാം സ്ഥാനത്ത് പോയത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതായത് ബി.ജെ.പി തിരുവനന്തപുരം ജില്ലയിൽ വോട്ട് ബാങ്കുകൾ വർദ്ധിപ്പിക്കുന്നു എന്നത് വലിയ യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. മറ്റൊരു ലോക്സഭാ മണ്ഡലമായ ആറ്റിങ്ങൽ, തിരുവനന്തപുരം ജില്ലയിലുള്ള മറ്റൊരു ലോക്സഭാ മണ്ഡലമായ ആറ്റിങ്ങലിൽ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി ലീഡ് ചെയ്തു. കാട്ടാക്കടയും ആറ്റിങ്ങലുമാണ്. 4 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ലീഡ് ചെയ്തു. ചിറയൻകീഴ്, വാമനപുരം, ആര്യനാട്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ വർക്കലയിൽ മാത്രമാണ് LDF ലീഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മുഴുവൻ തിരുവനന്തപുരം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കണക്കനുസരിച്ച് ലീഡ് ചെയ്തത് 8 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസും 5 നിയമസഭാ മണ്ഡലങ്ങളും ബി.ജെ.പിയും 1 നിയമസഭാ മണ്ഡലത്തിൽ CPM-ഉമാണ്. പക്ഷേ ഇത് ഒരു നിയമസഭാ ഇലക്ഷനിൽ ഇതിൻ്റെ ഒരു അനുകരണം ഉണ്ടാകണമെന്നില്ല. കാരണം പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് അങ്ങനെയല്ല. നിയമസഭയും ലോക്സഭയും ലോക്കൽ ബോഡിയും ഒക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. കേരളത്തിൽ ഒരു സ്ഥലത്തും അങ്ങനെയല്ല, പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് അങ്ങനെയല്ല. നിയമസഭാ ഇലക്ഷനിൽ ഇങ്ങനെ ഒരു റിസൾട്ട് ആയിരിക്കില്ല ഉണ്ടായിരിക്കുന്നത്. കാരണം 2019 ലോക്സഭയിൽ ഇതിനേക്കാൾ വലിയ വിജയം കോൺഗ്രസ് നേടിയിട്ടുണ്ട്. കാരണം
വലിയ ഭൂരിപക്ഷമായിരുന്നു ശശി തരൂർ ഉണ്ടായിരുന്നത്. അടൂർ പ്രകാശിന് വലിയ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഇലക്ഷനിൽ തിരുവനന്തപുരം ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും വളരെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. പക്ഷേ 2019 ലോക്സഭാ ഇലക്ഷൻ ശേഷം വന്ന നിയമസഭാ ഇലക്ഷനിൽ ജില്ലയിലെ 14 സീറ്റുകളിൽ 13 സീറ്റും ഇടതുപക്ഷമാണ് നേടിയത്. ഒരൊറ്റ സീറ്റ് മാത്രമാണ് കോൺഗ്രസ് നേടിയത്. അത് കോവളത്ത് നിന്ന് വിൻസെന്റ് മാത്രമാണ് വിജയിച്ചത്. ബാക്കി 13 നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിച്ചത് CPM ആണ്. അതുകൊണ്ട് തന്നെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു അനുകരണം അത് നിയമസഭാ ഇലക്ഷനിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നത് ഏറ്റവും വലിയ പരമാർത്ഥമാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷേ സ്ഥാനാർത്ഥികളുടെ ജാതിയും അവരുടെ വിദ്യാഭ്യാസവും ഒക്കെ ഇലക്ഷനിൽ സ്വാധീനിക്കാനുള്ള വലിയ സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും നമ്മൾ ചില മണ്ഡലങ്ങളുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവിൽ അവിടെ ഒരു ബൈ ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. 2019 ലോക്സഭാ ഇലക്ഷനിൽ വട്ടിയൂർക്കാവ് MLA ആയിരുന്ന കെ മുരളീധരൻ അദ്ദേഹം വടകരയിൽ പോയി ലോക്സഭയിൽ മത്സരിച്ചു. അവിടെ നിന്ന് വിജയിച്ചു. അതിനെ തുടർന്ന് അവിടെ ഒരു ബൈ ഇലക്ഷൻ നടന്നു. ആ ബൈ ഇലക്ഷനിൽ അവിടെ മത്സരിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്ന പ്രശാന്ത് വളരെ ജനകീയനായ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം വ്യക്തിത്വം നോക്കിയാണ് തിരുവനന്തപുരത്തുകാർ വോട്ടിടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് പ്രശാന്തിൻ്റെ വിജയം. അദ്ദേഹം അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ 2025 ഇലക്ഷനിൽ മുരളീധരൻ ഒരിക്കൽ കൂടി വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. 2026 അവിടെ ഒരു മുരളീധരൻ മത്സരം നടന്നാൽ ആരായിരിക്കും വിജയിക്കുക എന്ന് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. കടുത്ത മത്സരമായിരിക്കും നടക്കുക. പക്ഷേ മുരളീധരന് ചില നേരിയ ചാൻസുകൾ തന്നെയാണ് ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നേരത്തെയൊക്കെ പറയുന്നത് പോലെ കേരളത്തിൽ 2006 ശേഷം ഈ മണ്ഡല പുനരേകീകരണം ഉണ്ടായിരിക്കുന്നത് അത് LDFന് അനുകൂലമായിട്ടാണ്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഈ മണ്ഡല പുനരേകീകരണ സമയത്ത് ചർച്ചയ്ക്ക് പോയ ആളുകൾ അവിടെ ചായയും പരിപ്പൂടയും കുടിച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അതിൻ്റെ ഒരു പ്രതികരണം തിരുവനന്തപുരം ജില്ലയിലുമുണ്ട്. മിക്ക മണ്ഡലങ്ങളും LDFന് അനുകൂലമായിട്ടാണ് വെട്ടിവെച്ചിരിക്കുന്നത് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. തിരുവനന്തപുരം മണ്ഡലത്തിലെ സെൻട്രൽ മണ്ഡലത്തിലേക്ക് കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ വിധി നിർണ്ണയിക്കുക പൂന്തുറ, ഭീമാപ്പള്ളി തുടങ്ങിയ മുസ്ലിം ന്യൂനപക്ഷ ക്രൈസ്തവ ന്യൂനപക്ഷ മേഖലകളാണ്. എപ്പോഴും അവിടെ കോൺഗ്രസിന് അനുകൂലമാണ് അത്തരം വോട്ടുകൾ വന്നു ചേരുക. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അത് LDF സ്ഥാനാർത്ഥി ആന്റണി രാജുവിന് അനുകൂലമായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെയാണ് ആന്റണി രാജു അവിടെ മത്സരിച്ച് വിജയിക്കുന്നതിന് കാരണമായത്. ഇത്തവണ തിരുവനന്തപുരം സെൻട്രൽ ഒരുപക്ഷെ കോൺഗ്രസ് ശബരിനാഥിനെ പരിഗണിക്കുന്നു എന്ന വാർത്ത അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെയാണെങ്കിൽ ഒരു ത്രികോണ മത്സരത്തിന് ഒരിക്കൽ കൂടി അവിടെ സാധ്യതയുണ്ട്. സിനിമാ നടൻ കൂടിയായ കൃഷ്ണകുമാർ അവിടെ ഇപ്പോൾ തന്നെ പ്രചരണ രംഗത്തുണ്ട് എന്നത് വളരെ വലിയ വസ്തുതയാണ്. ആന്റണി രാജു ഒരിക്കൽ കൂടി മത്സരിക്കും എന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. മുൻ ആരോഗ്യമന്ത്രി ശിവകുമാറിനെ അവിടെ നിന്ന് മാറ്റിയേക്കാനുള്ള സാധ്യത കോൺഗ്രസിൽ വളരെ കൂടുതലാണ്. നിയമത്തെക്കുറിച്ച് ചർച്ചയാണെങ്കിൽ നേമത്ത് ശിവൻകുട്ടിയുടെ ആരോഗ്യം വളരെ പ്രതികൂലമായി നിൽക്കുന്നു എന്ന് വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണ്. അദ്ദേഹം മത്സരിക്കുമോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നു. അദ്ദേഹം മത്സരിക്കാതിരുന്നാൽ ഒരുപക്ഷെ ആ സീറ്റ് BJPയിലേക്ക് പോയേക്കാം എന്ന ചർച്ചയും വളരെ ദൃഢമായി തന്നെ ആ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം അവിടെ മത്സരിച്ചേക്കാം. കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ശക്തമായ ഒരു സ്ഥാനാർത്ഥി നേമത്തുണ്ടാകുവാൻ സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസ് ഘടകകക്ഷികൾക്ക് കൊടുക്കുമ്പോൾ അവിടെ BJP വിജയിക്കുന്നു അല്ലെങ്കിൽ BJPക്ക് വോട്ട് കൂടുന്നു എന്നൊരു സാധ്യതയുണ്ട്. കോൺഗ്രസ് അവിടെ JDSന് കൊടുത്ത സമയത്താണ് അവിടെ നിന്ന് രാജഗോപാൽ വിജയിച്ചത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ മുരളീധരനെ പരീക്ഷിച്ചിരുന്നു. മുരളീധരൻ 36,000-ലധികം വോട്ടുകൾ പിടിച്ചതുകൊണ്ടാണ് അവിടെ BJP പരാജയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ BJPക്ക് നോട്ടപ്പുള്ളിയാണ് മുരളീധരൻ എവിടെ പോയാലും BJP തോൽപ്പിക്കുമെന്നാണ് പറയുന്നത്. കാരണം മുരളീധരനാണ് നേമത്ത് BJP കെട്ടുകെട്ടിച്ചെന്ന് BJPക്കാരുടെ ഇടയിൽ ചർച്ചയുണ്ട്. എന്തായാലും നേമത്ത് ഒരുപക്ഷെ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ശിവൻകുട്ടി തന്നെ ഒരിക്കൽ കൂടി മത്സരിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ആ മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ആ സീറ്റ് ഒരുപക്ഷെ BJPയിലേക്ക് പോയേക്കാം എന്ന ഒരു ധാരണയുണ്ട്. മറ്റൊന്ന് കോവളം മണ്ഡലമാണ്. കോൺഗ്രസിൻ്റെ ജില്ലയിലെ ഏക മണ്ഡലമാണ് കോവളത്ത് വിൻസെന്റ് തന്നെ ഒരിക്കൽ കൂടി മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം വളരെ ജനകീയനായ MLA ആണ്. JDSനാണ് LDFൽ സീറ്റ്, ജനതാദൾ എസിന് നീലലോഹിതദാസ് നാടാറാണ് കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ടത്. അദ്ദേഹം തന്നെ ഒരു തവണ കൂടി JDSന്റെ ലേബലിൽ അവിടെ മത്സരരംഗത്തിറങ്ങാനുള്ള സാധ്യത വളരെയേറെയാണ്. തിരുവനന്തപുരം ജില്ലയിലെ മറ്റുള്ള മണ്ഡലങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ദിവസം അവലോകനം ചെയ്യാം. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.